നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീട് നന്നായിട്ടുണ്ട് സൗമ്യ. നല്ല ഡിസൈനാ, സൗകര്യമുണ്ട്. താങ്ക്സ് മാഡം. സൗമ്യ മോളെ, എല്ലാവർക്കും പൂജയുടെ പ്രസാദവും പൂവും കൊടുക്ക്. ഞാനൊന്നും മറന്നു. എടുത്തോണ്ട് വാ. കക്കൊതി കുറച്ചുകൂടെ കയറ്റി വെക്ക്. ആകാശേ, ചാരു പൂ ചൂടാൻ കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ആകാശ എന്നെ ചാരുവിന് പൂ വെച്ചങ്ങ് കൊടുക്ക്. അതിനെന്താ, ചാരുവിന് ഞാനല്ലാതെ വേറെ ആര് പൂ വെച്ചു കൊടുക്കാനാ? ഇങ്ങതാ. വേണ്ട, ഞാൻ വെച്ചോളാക്കു ചേട്ടാ. ആകാശേ, പൂ ഇപ്പൊ കയ്യിൽ വന്നാ കണ്ട. ഇനി ആകാശ് തന്നെ ചാരുവിന് പൂ വെച്ചു കൊടുക്കണം. ആൾക്കാര് നോക്കുന്നുണ്ട്. ചീഫ് എഞ്ചിനീയർ മേഡം ഉണ്ട്. കറക്റ്റ് അല്ലെങ്കിലേ പണിഷ്മെന്റ് കിട്ടും. സഹോദരി ചാരു, നാണം വിചാരിക്കണ്ട, ഞങ്ങൾ വേണമെങ്കിൽ കണ്ണടച്ചേക്കാം. രാജേന്ദ്രേട്ടാ, കറക്റ്റായിട്ട് പൂ ചൂടിക്കുന്നത് കണ്ടോ? എടാ ആകാശേ, നമുക്ക് യാത്ര നിർത്താതെ അങ്ങനെ ലോകത്തിന്റെ അറ്റം വരെ പോയാലോ? ഈ ലോകത്തിന്റെ അറ്റം വരെയോ? അതേടാ, ഈ ലോകത്തിന്റെ അറ്റം വരെ. അതെങ്ങനെയാടി ഈ ലോകത്തിന്റെ അറ്റം വരെ പോകുന്നത്? ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഭൂമി കവർ ചെയ്ത ആരെ പറ്റിയും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എടാ ആകാശേ, ഭൂമി ഉരുണ്ടതായാലും പരന്നതായാലും നിന്റെ കൂടെയുള്ള യാത്ര എവിടെ ചെന്ന് അവസാനിക്കുന്നോ അതാണ് എന്റെ ലോകത്തിന്റെ അവസാനം. എടീ, നീ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടോ? നിന്നെ കണ്ടുമുട്ടിയ ആ നിമിഷം മുതല് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കണക്കുകൂട്ടലുകളല്ലടാ, നമ്മൾ ജീവിക്കാൻ പോകുന്ന ജീവിതത്തിന്റെ പ്രതീക്ഷകളാ. ഇത്രയേറെ സ്നേഹിക്കുന്ന എന്റെ ശ്രേയക്കുട്ടിയെ പോലെ ഉരുണ്ടതോ പരന്നതോ ആയ ആരും തന്നെ ഉണ്ടാവില്ല. That's me, ശ്രേയ. ആകാശേ, ദാ ആ കാണുന്ന പൂക്കടയിൽ ഒന്ന് നിർത്തിക്കേ. എന്തിനാടി? നിന്നോട് നിർത്താൻ പറഞ്ഞല്ലേ, അതങ്ങ് ചെയ്താ മതി.
ഇനി പറ എന്താ കാര്യം? ആകാശ്, എനിക്ക് മുല്ലപ്പൂ വേണം. മുല്ലപ്പൂവോ? നിനക്കോ? അതെന്താടാ? എനിക്ക് മുല്ലപ്പൂ ചൂടാൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. ആ, നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്കും അമ്പലങ്ങളിലുള്ള ദേവീ ദേവന്മാർക്കും ചാർത്താനുള്ളതല്ലേ ഇത്. ഡാ, കളിയാക്കല്ലേ. ചേട്ടാ, ഒരു മുഴം മുല്ലപ്പൂ. എത്ര ഏട്ടാ? 20 രൂപ. എനിക്കെന്തിനടി മുല്ലപ്പൂ? ഇത് നിനക്കല്ലടാ പൊട്ട. പിന്നെ നീ ഇതിപ്പോ എന്റെ മുടിയിൽ വെച്ച് തരണം. ഇപ്പോഴോ? ഇവിടെ വെച്ചോ? എവിടെ വെച്ചായാലും എന്താ? നീയല്ലേ എനിക്ക് ചൂടിച്ചു തരുന്നേ. നിന്റെ ഒരു കാര്യം. ഈ പൂക്കട കണ്ടില്ലായിരുന്നെങ്കിലേ നമ്മൾ ഈ ഭൂമിയുടെ അവസാനം വരെ ബുള്ളറ്റ് ഓടിച്ചോടിച്ച് എത്തിയേനെ. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്. ചാരുവിന്റെ തലയിൽ ഈ പൂ വെച്ചപ്പോഴാ പൂവിന്റെ ഭംഗി അറിയാൻ പറ്റില്ല. ഡെയിലി ഇതാ പണിയും തോന്നുന്നു. ചാരുവിന് കറക്റ്റ് ആയിട്ട് പൂജ കൂടി കൊടുത്തല്ല. ഇതൊക്കെ എന്ത് അല്ല ചാരു? രാജേന്ദ്ര സാറേ, ചീഫ് എഞ്ചിനീയർമാരുടെ മുഖത്തെ ടെൻഷൻ കാണുന്നുണ്ടോ? ആവശ്യമില്ലാതെ ഓരോന്നും പറഞ്ഞ് മെമ്മോ വാങ്ങി വീട്ടിലിരിക്കണ്ട. എനിക്ക് പൂ ചൂടി തന്ന പോലെ നീ ചാരുവിന് പൂ ചൂടിക്കൊടുത്ത് എന്റെ മനസ്സിനെ മുള്ളാലെ കുത്തി നോവിച്ചു. ഞാൻ അനുഭവിക്കുന്ന വേദനയും വിഷമവും നീയും അനുഭവിക്കണം. ഇതെന്താ മാഡം പൂ കൈ തന്നെ വെച്ചിരിക്കുന്നേ? എനിക്ക് പൂ ചൂടുന്നത് ഇഷ്ടമല്ല. ഓ